അമേരിക്ക 25% ചുങ്കം ഏർപ്പെടുത്തിയ നടപടി അംഗീകരിക്കില്ലെന്ന് ഇന്ത്യ. ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പ്രത്യാഘാതം പഠിച്ചുവരുന്നതായും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വിവരങ്ങൾ പി ബസന്ത് നൽകും. ബസന്ത്, പകർച്ചുങ്കത്തിൽ അമേരിക്കയ്ക്കെതിരെ എങ്ങനെ മറുപടി നൽകാനാണ് ഇന്ത്യ നീങ്ങുന്നത്? എന്ത് നടപടി സ്വീകരിക്കും? ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? അല്പസമയം മുമ്പാണ് കേന്ദ്ര സർക്കാരിൽ ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് കർഷകരുടെയും അതോടൊപ്പം തന്നെ സംരംഭകരുടെയും ചെറുകിട വ്യവസായികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കാർഷിക മേഖലയിലാണ് കുറഞ്ഞ താരിഫിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. പ്രത്യേകിച്ചും ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ക്ഷീരോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ സോയാബീന്റെ കാര്യത്തിലുമാണ് അമേരിക്ക വളരെ വലിയ തോതിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. ഇവയുടെ താരിഫുകൾ അല്ലെങ്കിൽ ഇറക്കുമതി തീരുവകൾ കുറയ്ക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. ഇത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല. പ്രത്യേകിച്ച് ജനിതക മാറ്റം വരുത്തിയ വിളകൾ, അതിന്റെ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതോടൊപ്പം തന്നെ സോയാബീന്റെ കാര്യത്തിലും അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള സമ്മർദ്ദം ആഭ്യന്തരമായി ട്രംപ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും ഒക്ടോബർ മാസത്തിൽ സോയാബീന്റെ വിളവെടുപ്പാണ്. ചൈനയായിരുന്നു അമേരിക്കയിൽ നിന്നും നേരത്തെ കൂടുതലായി ഇറക്കുമതി ചെയ്തിരുന്നത്. അവരും ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള സോയ ഇറക്കുമതി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അർജന്റീനയാകട്ടെ കുറഞ്ഞ തീരുവയിൽ ചൈനയെ ആകർഷിക്കുന്ന ഒരു നിലപാടുമുണ്ട്. അപ്പോൾ വലിയ തോതിൽ അമേരിക്കയിലെ ആഭ്യന്തര രംഗത്ത് ട്രംപ് നേരിടുന്ന കാർഷിക മേഖലയിൽ മറ്റും നേരിടുന്ന സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും ഉണ്ടോ എന്നുള്ള സംശയമാണ് ഈ ആവർത്തിച്ച് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തന്റെ മധ്യസ്ഥതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യ എന്തായിരുന്നാലും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ പ്രതികരണത്തിൽ നിന്നും വരുന്നത്. അതായത് ഈ മേഖലകളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ മേഖല, അതോടൊപ്പം തന്നെ സ്റ്റീൽ മേഖല, MSME മേഖല തുടങ്ങിയവയൊക്കെ തന്നെ ഈ 25% തീരുവയും അതോടൊപ്പം തന്നെ പകരച്ചുങ്കവും അതോടൊപ്പം തന്നെ പെനാൽറ്റിയും പിഴയും ബാധിക്കും എന്നുള്ളൊരു വലിയ സംശയമുണ്ട്. അതോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിലും ഇത് വലിയ തോതിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാളെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് രാവിലെ തന്നെ രാഹുൽ ഗാന്ധി ഈ വരാൻ പോകുന്ന ഈ ചുങ്കം സംബന്ധിച്ച ചില സൂചനകൾ നൽകിയിരുന്നു. 27% വരെ ചുങ്കം വരുമെന്ന് രാഹുൽ ഗാന്ധി പകരച്ചുങ്കത്തിൽ കരുതലോടെയാണ് ഇന്ത്യൻ നീക്കം. സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നിലപാട്. നാളെ പാർലമെന്റിലും ഈ വിഷയം ഉന്നയിക്കും.